നമ്മുടെ നാട്ടില് വൈകുന്നേരങ്ങളിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ എപ്പോഴും ഉള്ളൊരു ചർച്ചയാണ് ഏത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ബ്രാൻഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അധികം ഹാങ് ഓവർ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് ലിവറിന് ഏറ്റവും സേഫ്, ഏതാണ് പെട്ടെന്ന് കിക്ക് തരിക എന്നൊക്കെയുള്ള ചർച്ചകൾ. ബ്രാൻഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഫക്കെട്ട് മാറുമെന്നും, അതുപോലെ വില കൂടിയ വിസ്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവറിനൊന്നും സംഭവിക്കില്ലെന്നും, പിന്നെ ഫേമസ് ആയിട്ടുള്ള റമ്മും കുരുമുളക് കോമ്പിനേഷൻ, പിന്നെ ബിയർ, വൈന് ഇതൊക്കെ വെറും ജ്യൂസ് ആണെന്നും ഒക്കെ പറഞ്ഞു കുടിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരെ ഉപദേശം നന്നാക്കാനോ വേണ്ടിയല്ല. പകരം സയൻസിന്റെയും മോഡൽ മെഡിക്കൽ ടെക്നോളജികളുടെയും പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കേൾക്കുന്ന ഐതിഹ്യത്തിന്റെ പിന്നിലെയും ഈ കഥകൾക്ക് പിന്നിലെയൊക്കെ ഉള്ള യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിയുമ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയും പരസ്യങ്ങളിലൂടെയും ഒക്കെ നിങ്ങളുടെ തലച്ചോറിലേക്ക് കുത്തിവെച്ചിരിക്കുന്ന മിത്തുകൾ തെറ്റാണെന്ന് തെളിയും. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബെഞ്ചാര ഈറ്റ്വൽ ക്ലബ്. നമുക്ക് ആദ്യം ഇതിന്റെ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്താണെന്ന് പരിശോധിക്കാം. വിപണിയിൽ കിട്ടുന്ന മദ്യങ്ങളെ പ്രധാനമായും ഡിസ്റ്റിൽഡ്, ഫെർമെന്റഡ് എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. വിസ്കി, റമ്മ്, വോഡ്ക, ബ്രാൻഡി എന്നിവയൊക്കെ സ്ട്രോങ് ആയ ഡിസ്റ്റിൽഡ് മദ്യങ്ങളാണ്. ഇതിൽ ഏകദേശം 40 മുതൽ 43% വരെ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ബിയറിൽ 5% മുതൽ 8% വരെയും വൈനിൽ 12% വരെയുമാണ്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ലൈറ്റ് ആയതുകൊണ്ട് ബിയർ എത്ര വേണമെങ്കിലും കുടിക്കാം എന്ന് കരുതുന്നവർ ഒരു കാര്യം മറക്കുന്നു: നിങ്ങൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി. സാധാരണയായി ഒരാൾ കഴിക്കുന്ന 30 മില്ലി വിസ്കിയിലോ ബ്രാൻഡിയിലോ അടങ്ങിയിരിക്കുന്നത് ഏകദേശം 10 ഗ്രാം പ്യുവർ ആൽക്കഹോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ ആണ്. ഇതേ 10 ഗ്രാം ആൽക്കഹോൾ തന്നെയാണ് ഒരു ചെറിയ ഗ്ലാസ് 100 മില്ലി വൈനിലും ഒരു ചെറിയ ഗ്ലാസ് അഥവാ 250 മില്ലി ബിയറിലും അടങ്ങിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു കുപ്പി ബിയർ കുടിച്ച് തീർക്കുമ്പോൾ ലിവറിലേക്ക് ചെല്ലുന്നത് 2 വലിയ പെഗ് സ്ട്രോങ് വിസ്കി കഴിക്കുന്നതിന് തുല്യമായ ആൽക്കഹോളാണ്. ചുരുക്കത്തിൽ ലിവറിനെ സംബന്ധിച്ച് ബ്രാൻഡിന്റെ പേരിലോ വിലയിലോ കുപ്പിയിലോ ഭംഗിയിലോ ഒന്നും പ്രാധാന്യമില്ല. ഉള്ളിലേക്ക് ചെല്ലുന്ന ആൽക്കഹോളിന്റെ ആകെ ഗ്രാമുകൾ മാത്രമാണ്. ഇനി നമുക്ക് കരൾ എന്ന ഫാക്ടറിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറിയാണ് കരൾ അഥവാ ലിവർ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ഊർജ്ജമാക്കുന്നതും വിഷാംശങ്ങളെ പുറന്തള്ളുന്നതും ഈ അവയവമാണ്. എന്നാൽ മദ്യം ശരീരത്തിൽ എത്തിയാൽ ലിവറിന് അതിന്റെ ബാക്കി ജോലികളെല്ലാം നിർത്തിവെച്ച് ഇതിനെ പുറത്താക്കാനുള്ള ജോലിയിൽ ഏർപ്പെടേണ്ടി വരുന്നു. ലിവറിലെ എൻസൈമുകൾ ഈ ആൽക്കഹോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അസറ്റഡീഹൈൽഡ് എന്ന അതിശക്തമായ ഒരു ടോക്സിനാക്കി മാറ്റുന്നു. ഈ കെമിക്കൽ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ലിവറിൽ ഒരു മണിക്കൂറിൽ പരമാവധി 10 ഗ്രാം ആൽക്കഹോൾ മാത്രമേ പ്രോസസ്സ് ചെയ്ത് കളയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മദ്യം അകത്താക്കുമ്പോൾ ലിവറിന് താങ്ങാൻ കഴിയാതെ വരികയും ഈ ടോക്സിനുകൾ രക്തത്തിലൂടെ ശരീരമാകെ പടരുകയും ചെയ്യുന്നു. ഇതാണ് നിങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ അനുഭവപ്പെടുന്ന തലവേദന, ഛർദി, ക്ഷീണം അഥവാ ഹാങ് ഓവറായി മാറുന്നത്. ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ ലിവർ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അവിടെ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ തുടങ്ങുകയും ചെയ്യുന്നു. മദ്യപാനം കാരണം ലിവറിന് സംഭവിക്കുന്ന തകരാറുകൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. അതിന് വ്യക്തമായ ഘട്ടങ്ങളുണ്ട്. ആദ്യ ഘട്ടമാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ. തുടർച്ചയായി മദ്യം കഴിക്കുന്ന ഭൂരിഭാഗം ആളുകളിലും ലിവറിൽ കൊഴുപ്പടിയുന്ന ഈ അവസ്ഥ കാണാം. ഈ ഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. എന്നാൽ മദ്യപാനം നിർത്തുകയാണെങ്കിൽ ലിവറിന് സ്വയം സുഖപ്പെടാൻ സാധിക്കും. എന്നാൽ ഇതേ ശീലം വീണ്ടും തുടർന്നാൽ അത് രണ്ടാമത്തെ ഘട്ടമായ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് അഥവാ ലിവറിലെ വീക്കത്തിലേക്ക് നയിക്കുന്നു. ഇതോടെ ദഹനക്കുറവ്, കണ്ണിന് മഞ്ഞ നിറം, വയറ്റിൽ വേദന എന്നിവ പ്രകടമാവും. ഇതിൽ നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അവസാന ഘട്ടമാണ് ലിവർ സിറോസിസ്. ഇവിടെ ലിവറിന്റെ നല്ല കോശങ്ങൾക്ക് പകരം തഴമ്പുകൾ അഥവാ സ്കാർ ടിഷ്യൂസ് വന്ന് നിറയുകയും ലിവറിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിൽക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിലെത്തിയാൽ പഴയപടിയാകാൻ കഴിയില്ല. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമായിരിക്കും ഏക പോംവഴി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഒരേ അളവിൽ മദ്യം കഴിക്കുന്ന 2 പേരിൽ ഒരാൾക്ക് ലിവർ സിറോസിസ് വരാം, മറ്റേ ആൾക്ക് വരാതിരിക്കാം. ഇതിന്റെ പിന്നിൽ ചില റിസ്ക് ഫാക്ടറുകളുണ്ട്. ഒന്നാമത്തേത് പാരമ്പര്യമാണ്, ജനറ്റിക്സ്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ലിവർ സംബന്ധമായ ആരോഗ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് വളരെ കൂടുതലാണ്. രണ്ടാമത്തേത് നിങ്ങളുടെ ശരീരഭാഗമാണ്. അമിതവണ്ണമുള്ളവർ, വ്യായാമം ചെയ്യാത്തവർ, ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കുന്നവർ എന്നിവരിൽ നേരത്തെ തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന് മുകളിലേക്ക് മദ്യം കൂടി ചെല്ലുമ്പോൾ ലിവർ തകരാറിലാകാനുള്ള വേഗത ഇരട്ടിയാകുന്നു. മൂന്നാമത്തേത് പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവുമാണ്. കൂടാതെ മദ്യപിക്കുന്നതിനോടൊപ്പം കഴിക്കുന്ന ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ തുടങ്ങിയ എണ്ണമയമുള്ള ടച്ചിങ്സ് ലിവറിന്റെ ജോലിഭാരം വീണ്ടും കൂട്ടുന്നു.
അതുകൊണ്ടാണ് ലിവറിന് പരിക്കേൽക്കുന്നത് വെറും മദ്യം കൊണ്ട് മാത്രമല്ല, നമ്മുടെ മോശം ലൈഫ് സ്റ്റൈൽ കൂടി അതിന് കാരണമാകുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ സത്യം ഇതാണ്: കരളിന് ദോഷമില്ലാത്ത ഒരു മദ്യവും ലോകത്തില്ല. വില കൂടിയ സ്കോച്ച് ആയാലും നാടൻ കള്ളായാലും ഇമ്പോർട്ടഡ് വൈൻ ആയാലും ലിവറിന് അത് ഒരേപോലെ അപകടകരമാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. വല്ലപ്പോഴും മാത്രം സോഷ്യൽ ഡ്രിങ്കിങ് നടത്തുന്നവർ അളവ് കൃത്യമായി നിയന്ത്രിക്കുക, ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം നിലനിർത്തുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. എന്നാൽ ഇതിനകം തന്നെ ലിവറിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉള്ളവർ മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക തന്നെയാണ് ഒരേ ഒരു മാർഗം. ശാസ്ത്രീയമായ ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഔട്ട്.